Hello dears, Assalamu alaikum. Once again, welcome back to our channel Rasina Nias. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നൊരു സൺഡേ വ്ളോഗാട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഒരു ചെറിയ ഷോപ്പിംഗ് തുടങ്ങിയിട്ട്. അപ്പോൾ ഷോപ്പിംഗ് ഒറ്റ ദിവസത്തിൽ തീരുവില്ലെന്ന് ചോദിക്കും. അല്ല, നമ്മളെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, എല്ലാവരും ഏകദേശം ഒരേ രീതിയിലുള്ള ഡ്രസ്സെല്ലാം അടുപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഷോപ്പിംഗ് 2-3 ആഴ്ചയായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട്. സൺഡേ മാത്രമേ നിയാസ്കാക്ക് ഫ്രീ ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് നമ്മൾ പുറത്ത് പോയി അതിനുള്ള മെറ്റീരിയൽ എടുക്കലും സ്റ്റിച്ചാക്കലും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതിൽ ഡ്രസ്സൊന്നും കാണിച്ചു തരില്ല. അത് ഞാൻ ലാസ്റ്റ് ഒരു ദിവസമുണ്ട്, ഫംഗ്ഷനുള്ള ഒരു ദിവസമുണ്ട്, ആ ദിവസം ഞാൻ ഇട്ടിട്ട് വീഡിയോ ആക്കി കാണിച്ചു തരാം തീർച്ചയായിട്ടും കേട്ടോ. അപ്പോൾ കുഞ്ഞുവാവ എണീച്ചിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ, ഉറങ്ങിയിട്ടൊന്നുമില്ല. ഒക്കെ ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ. ഭയങ്കരം എന്ന് വെച്ചാൽ ശരിക്കും ഒക്കെ തുണി മാറ്റി കഴിഞ്ഞാൽ അവൾ കരയാൻ തുടങ്ങും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വണ്ടിയിൽ പോകാൻ ശല്യമൊന്നുമില്ല. പിന്നെ സ്കൂട്ടിയിലാണ് നമ്മളെപ്പോഴും പോക്ക്. ഇതിപ്പോൾ സ്കൂട്ടിയല്ല, നിയാസ്ക പണിക്ക് കൊണ്ടുപോകുന്ന കാറാട്ടം. അവരോട് ചോദിച്ചിട്ട് നമ്മൾ വണ്ടി മേടിച്ചിട്ട് പോകുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, മെയിൻ ഇങ്ങനെ പോകുന്ന കാരണം എന്ന് വെച്ചാൽ, നമ്മൾ സ്കൂട്ടിയിൽ പോകുമ്പോൾ ഞാനും നിയാസ്ക മാത്രമേ പോവുള്ളൂ. അപ്പോൾ കുട്ടികൾ വരില്ല, അപ്പോൾ അവർക്കൊരു മൂഡ് ഓഫ് ആവും കേട്ടോ. പിന്നെ മൂത്ത മോൻ എപ്പോഴും എന്നോട് ഡയലോഗ് പറയും, ഇപ്പോൾ ഓൾ വന്നാൽ പിന്നെ ഓളെ മതിയല്ലോ, എന്നെ വേണ്ട എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ സങ്കടമാവും. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി അവരുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് എടുത്തിട്ട് പോകുന്നിട്ട്. ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞല്ലോ, എത്രയും പെട്ടെന്ന് ഒരു വണ്ടിയെല്ലാം മേടിക്കണം. എന്നാലും പാപം, ഇത് നമ്മൾ ചോദിക്കുമ്പോൾ തരും കേട്ടോ വണ്ടി. നമ്മൾ എവിടെ പോകുമ്പോഴും ഈ വണ്ടി തന്നെ എടുത്തിട്ട് പോയവരോട് ചോദിച്ചിട്ട് എടുത്തിട്ട് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താറായി. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ പുറത്തു നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരുപാട് ദിവസങ്ങളായി ഇങ്ങനെ പുറത്തു പോയി ഭക്ഷണമൊന്നും കഴിക്കാതെ. അപ്പോൾ ഞാനിങ്ങനെ ഈ സ്ഥലത്തെത്തോണ്ടും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ നിയാസ്ക പിന്നെ ഇനിയിപ്പോൾ പെരക്കുമായിട്ട് ആക്കൊന്നും വേണം, നമുക്ക് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ ഏകദേശം എല്ലാം കയറി ഭക്ഷണം കഴിച്ചു നോക്കുമ്പോൾ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. എനിക്ക് ശരിക്കും തൃപ്തിയായി, ഇഷ്ടപ്പെട്ടു. അങ്ങനെ നന്നായിട്ട് കഴിച്ചിട്ട് 2 ബിരിയാണി എടുത്ത്, ഞാൻ ഫുൾ മീൽസ് എടുത്ത്. നിയ എവിടെ പോയാലും പിന്നെ ഫ്രൈഡ് റൈസ് എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ നിയാൽ ഫ്രൈഡ് റൈസ് എടുത്ത്, പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് കഴിച്ച്. പിന്നെ ഞാനൊരു ചിക്കൻ കൊണ്ടാട്ടം എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ടുണ്ടായി കേട്ടോ. നല്ല കാജു എല്ലാം ഫ്രൈ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബൊട്ടീക്കിലേക്ക് പോകുക കേട്ടോ. അവിടെ ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ്. എന്തായിട്ടുണ്ട് എങ്ങനെയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് എന്തായാലും ഞാൻ കാണിച്ചു തരില്ല. ഓക്കെ. അപ്പോൾ കുറേ പീസുകൾ നമുക്ക് ഏത് വേണം മേടിച്ചിട്ട് ഇവിടെ പറഞ്ഞ ഡിസൈനിൽ. പുറത്തത്തെ ആൾക്കാരാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു റൂമുണ്ട്, വെലുങ്ങനെയുള്ള റൂം. അതിൻ്റെ ഉള്ളിലാണ് തയ്ക്കുന്നത്. ഏത് ഡിസൈൻ വേണം നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതുപോലെ തയ്ച്ചു തരും കേട്ടോ. പിന്നെ ഹിജാബിൻ്റെ പീസായാലും എന്തും ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ പിന്നെ നമുക്ക് തയ്ക്കാൻ കൊടുക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഡ്രസ്സെല്ലാം നോക്കി ഇഷ്ടപ്പെട്ട് നോക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു ഡ്രസ്സ്. അപ്പോൾ പിന്നെ അത് പിന്നെ ഓൾട്ടറാക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല വെയിലെന്ന് പറഞ്ഞാലില്ലേ, എന്തിനാ ഈ സമയത്ത് ഇറങ്ങിപ്പോയത് എന്നായിപ്പോയി. പിന്നെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഒരു റോഡ് സൈഡ് കൊണ്ടുപോയിട്ട് കാറെല്ലാം തുറന്നു വെച്ചിട്ട് ഇങ്ങനെ വാവൊക്കെ കാറ്റ് കൊള്ളിച്ചിട്ട് ഇരുന്നതാട്ടോ. അപ്പോൾ അവിടെ നോക്കിയാൽ നല്ല ഓറഞ്ചും വൈറ്റും ഗ്രീനും ബലൂണെല്ലാം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 15 പ്രമാണിച്ച് കെട്ടിയതാട്ടോ. അങ്ങനെ നമ്മൾ പോയി നോക്കുമ്പോൾ ഫുള്ള് റഷാണ്. സൺഡേ അത്ര അധികം റഷ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു, പക്ഷേ ഫുള്ള് റഷാണ്. അങ്ങനെ കുഞ്ഞുമാവിൻ്റെ ഷാളും ക്യാപ്പും എല്ലാം ഞാൻ ഊരിയെടുത്തിട്ടോ. നല്ല ചൂടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിയാസ്ക പറഞ്ഞ് താഴെ ഓളെ ഷീറ്റ് വിരിച്ചിട്ട് അവിടെ കടത്തിയാൽ മതി, കയ്യിൽ പിടിക്കണ്ട, നീ ഭക്ഷണം കഴിക്കുമ്പോൾ ഓളെ മോത്തേക്കാൻ പറ്റും ഇങ്ങനെ ഇറ്റു. ഞാൻ കുറേ പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഇറ്റിക്കൂലെന്ന്. അപ്പോൾ നിയാസ്കൊക്കെ കംഫർട്ടബിൾ അല്ല കേട്ടോ. പിന്നെ ഇതാ 2 കുരങ്ങന്മാർ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഫുള്ള് ടെൻഷനില്ല, എന്താ ഓർഡർ ആക്കണ്ടേന്ന്. അപ്പോൾ കുഞ്ഞുമാവ ഇറങ്ങിയിട്ടും ഉണ്ട് കേട്ടോ. അങ്ങനെ ഓളെ കടത്തിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനിരുന്ന്. ഭക്ഷണമെല്ലാം മാഷാ അല്ലാ കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി ഭക്ഷണം തന്നെ. കോഫിയോ എന്നുള്ള ഹോട്ടലാണ് കേട്ടോ. ഇതിന് മുമ്പേ ഞാൻ ഒരിക്കൽ അവിടെ പോയപ്പോൾ തീരെ വെപ്പാങ്ങുണ്ടായില്ല. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ നോർമലി പോകുന്ന ഒരു മോളുണ്ട്, ആ മോളിലേക്ക് പോകേണ്ടി വന്ന്. കാരണം നിയാക്ക് കുറച്ച് പാൻറ്റും അതും ഇതൊക്കെ വേണമുണ്ടായി. പിന്നെ നിയാസ്കാക്ക് ഫോമൽസ് പാൻറ്റ് വേണമുണ്ടായി. പിന്നെ നിയാക്ക് ഒരു ജീൻസിൻ്റെ ഷർട്ട് കുറേ ആയി പറയുന്നു, അത് വേണമായിരുന്നു. അപ്പോൾ അതെല്ലാം മേടിക്കണം എന്ന് വിചാരിച്ച് പോയത്. അപ്പോൾ എനിക്കൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എല്ലാം അവർക്ക് 3 ആക്കി മേടിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇതൊരു ടീഷർട്ട് ഇഷ്ടമായി.
ഇപ്പോൾ എനിക്ക് ടീഷർട്ട് ഭയങ്കര കംഫർട്ടബിളാണ്. കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയാസ്ക്ക് എന്തായാലും ഫീഡിങ് ബോട്ടിൽ എടുക്കാൻ വിടില്ല കേട്ടോ. കുഞ്ഞിന് ഫോർമുല മിൽക്ക് കൊടുക്കണ്ടെന്ന് പറയും. അപ്പോൾ പിന്നെ എവിടെ പോയാലും എനിക്ക് ഫീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എൻ്റെ കുറേ ഡ്രസ്സുകളെല്ലാം ഞാനിപ്പോൾ സൈഡാക്കി വെച്ചതാട്ടാ. ഏകദേശം സൈഡാക്കി വെച്ചിട്ട് കുറേ ഡ്രസ്സ് ഉണ്ട്. അതെല്ലാം എനിക്ക് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നല്ല നല്ല ഡ്രസ്സാട്ടോ. അതിൻ്റെ ഡ്രസ്സുകളെല്ലാം ഒന്നും പാളായിട്ടുണ്ടാവില്ല, അത്രയ്ക്ക് നല്ല ഡ്രസ്സാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കും കേട്ടോ. പിന്നെ ഈ മോളിൻ്റെ ഉള്ളിൽ ഷോപ്പിംഗ് ആക്കുന്നതെല്ലാം എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നീ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ ലാസ്റ്റ് സമയത്ത് ഞാൻ കുറച്ച് എന്തൊക്കെയോ ഇങ്ങനെ ക്ലിപ്സ് എടുത്തത് കേട്ടോ. എല്ലാ ഐറ്റവും ഇങ്ങനത്തെ മോളുകളിൽ പോയാലുള്ള ഒരു ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് എന്താ ആവശ്യമുള്ളത് അതെല്ലാം ഉണ്ടാവും. ഇവിടെ നോക്കുമ്പോൾ 600 റുപ്യാണ് ബദാമിന്. നല്ല കുറവുണ്ട് കേട്ടോ വില. അങ്ങനെ ഒരു പാക്ക് ബദാം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഞാനും ബദാം തിന്നും. പിന്നെ ഞാൻ പറഞ്ഞില്ല കുഞ്ഞുങ്ങൾക്ക് മസാജിനും പിന്നെ ഓക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബദാം തയ്ച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു പാക്ക് ബദാം ഇവിടുന്ന് മേടിച്ച്. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, എൻ്റെ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഹോം ടൂർ ചെയ്യുക. പിന്നെ എൻ്റെ ഹോമൊന്നും ടൂർ ചെയ്യാനുള്ളത് അത്രക്കൊന്നും ഇല്ല മക്കളെ. അതുകൊണ്ടാണ് ഞാൻ ഹോം ടൂറൊന്നും ചെയ്യാത്തത്. പിന്നെ ഇതിൻ്റെ മുമ്പേ എൻ്റെ അടുത്ത് ജ്വല്ലറി കളക്ഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അതിന് മാത്രം ജ്വല്ലറി കളക്ഷൻ എൻ്റെ അടുത്തില്ല. അതുകൊണ്ടാണ് അതും ചെയ്യാത്തത് കേട്ടോ. ഹോം ടൂർ തീർച്ചയായിട്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. സൺഡേ ചെയ്യാമെന്ന് വിചാരിച്ചതാട്ടാ. പിന്നെ കുറച്ച് ബന്ധുക്കളും കാര്യമെല്ലാം വന്നപ്പോൾ അങ്ങ് മിസ്സായിപ്പോയി. പിന്നെ നമ്മൾ ഈ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കുറേ സമയമായി കേട്ടോ. അങ്ങനെ ആയിട്ട് ഹോം ടൂർ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ച ഹോം ടൂർ ഞാൻ ചെയ്യും. ചെറിയ വീടാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം കൊണ്ടായിരിക്കും ചോദിച്ചത്. ഇൻഷാ അല്ലാ. അങ്ങനെ കുറേ ക്രോപ്പ് ടോപ്പും ടീഷർട്ട്സും എല്ലാം ഉണ്ടായി. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെല്ലാം ഫീഡിങ് മോംസിന് ഏറ്റവും ബെറ്ററാണ്. നമുക്ക് പെരൻ്റെ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ട് 99 ബെറ്ററാണ് ഇങ്ങനത്തതല്ല കേട്ടോ. പിന്നെ ഞാനെടുത്തത് എന്താണെന്നറിയോ, ഞാൻ ഒരു തിന്നായിട്ടുള്ള ഒരു ഷോക്സ് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ ഷോക്സിൻ്റെ പൈസ എത്രയാണെന്നറിയോ, 20 റുപ്യ. 20 റുപ്യക്ക് ഒരു ഷോക്സ് മേടിച്ച് അത്ര തന്നെ. നിയാസ്കി മക്കൾ തന്നെ ഇന്നത്തെ ഷോപ്പിംഗ് ഫുൾ കേട്ടോ. ഞാനെല്ലാം നോക്കുന്നുണ്ട്. നാഗവല്ലി ഞാനന്ന് പറഞ്ഞില്ലേ സ്വർണ്ണം നോക്കുമ്പോൾ എല്ലാം നോക്കുന്നുണ്ട്. ഇതിനെല്ലാം 299 ഉള്ളൂ. പക്ഷേ എനിക്ക് രണ്ട് മനസ്സാണ്, എടുക്കണോ വേണ്ടേന്ന്. അങ്ങനെ പിന്നെ ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ സ്പെഷ്യലി വാവ കയ്യിലുണ്ടെങ്കിൽ ഞാൻ പിന്നെ അധികം ഷോപ്പിങ്ങിനൊന്നും നിൽക്കൂല കേട്ടോ. ഞാൻ ഫുള്ള് കോൺസെൻട്രേഷൻ ഓളം മുകളിലേക്കായിരിക്കും. കാരണം ചിലപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ മൂക്കെല്ലാം അടഞ്ഞു പോകും. അങ്ങനെയൊക്കെ ടെൻഷനാട്ടോ എനിക്ക്. അതുകൊണ്ട് പിന്നെ ഓളെ തന്നെ അധികം നോക്കും ഞാൻ. അങ്ങനെ നിയാസ്കാൻ്റെ അവരുടെ ബില്ലിംഗ് സെക്ഷനിൽ നിന്നിട്ടുണ്ട്. അവർ ബില്ല് ചെയ്യുന്നുണ്ട്. ഈ സംഭവം കണ്ട എൻ്റെ പേഴ്സാട്ടോ ഇത്. ഞാൻ ഈ പേഴ്സ് ഇത്രയും ആളുള്ള ആ ഒരു സ്ഥലത്ത് പേഴ്സ് ഇട്ടിട്ട് ഞാൻ അങ്ങ് വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടാ. എന്നിട്ട് ഞാൻ തിരിച്ച് വരുമ്പോൾ നിയാസ്ക കുഞ്ഞുമാവിനെ പിടിക്കുന്നതുകൊണ്ട് പോക്കറ്റിൽ പൈസ വെക്കൂല. പിന്നെ വേറൊരു റീസണ്, നിയാസ്കാൻ്റെ പോക്കറ്റിൽ പൈസ വെച്ചാൽ എപ്പോഴും വീണ് പോകും കേട്ടോ. അപ്പോൾ നിയാസ്ക പറയും വേണ്ട നീ വെച്ചോന്ന്. അങ്ങനെ ഞാൻ പേഴ്സിൽ പൈസ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് രക്ഷാബന്ധന് പ്രമാണിച്ചിട്ട് കുറേ ഇങ്ങനെ റാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിയാസ്ക എനിക്ക് തന്നതാ, നീ വെച്ചോന്ന്. ഞാനത് ആടെ ഇട്ടിട്ട് പോയി. സുബ്ഹാനല്ലാ, എനിക്കെന്നിട്ട് ടെൻഷനായിട്ട് ഓടി വന്ന് നോക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ട് കേട്ടോ പൈസ. പിന്നെ ഞാൻ ബാഗ് എടുത്ത്. നിയാസ്കാട് പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ വീഡിയോ ആയിട്ട് കാണുമ്പോൾ നിയാസ്ക അറിയും. എനിക്കങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് എൻ്റെ കയ്യിലുള്ളത് ഞാൻ മറന്നു പോകും കേട്ടോ. അതിന് ഞാൻ എപ്പോഴും ഞാനിങ്ങനെ ഷോൾഡറിൽ ഇടുന്നതേ ഞാൻ പിന്നെ ഇതാക്കാറുള്ളൂ. അങ്ങനെ അവരെ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഏതായാലും ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കല കേട്ടാ. നല്ല ഇരുട്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 4 മണിക്ക് പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. നമ്മൾ ഇറങ്ങുമ്പോൾ ഏകദേശം 7-8 മണിയായി. നല്ല ഉറക്ക ക്ഷീണം ഉണ്ട് കേട്ടോ. അതാ ഞാനിങ്ങനെ കോട്ടാവി ഇട്ടുകൊണ്ടിരിക്കുന്നത്. കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇരുന്നത്. ഇപ്പോൾ രാവിലെ 10-11 മണിക്കാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് തന്നെ എനിക്ക് നല്ല ഉറക്കം വന്നു. ഇന്നലെ ഫുള്ള് ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം ഇന്നലെ കുളിക്കാതെ കിടന്നതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഓക്കെ. പിന്നെ നോക്കിയേ നല്ല ഇരുട്ടായി പോയിട്ടുണ്ട്. നല്ല റഷും ഉണ്ട്. പിന്നെ ഇല്ലേ ഈ ഒരു സംഭവം 149 റുപ്യക്ക് നല്ല നല്ല ഷർട്ടും ടീഷർട്ടും എല്ലാം ഓഫർ വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോകാട്ടോ. നല്ല പുല്ലോവേഴ്സും ബ്ലാക്ക് ഷർട്ട്സും എല്ലാം ഉണ്ട്. നല്ല അടിപൊളി സെക്ഷനാണ് അത് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നിയാസ്ക അത് എടുക്കാൻ പറ്റില്ല കേട്ടോ. നിയാസ്കക്ക് അങ്ങനെ ഒന്നുണ്ട്. നിയാസ്ക കൂടുതൽ ബ്രാൻഡെല്ലാം നോക്കി പോകും. ഞാൻ കൂടുതൽ വില കുറഞ്ഞതേ നോക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ
ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ലേഡീസിൻ്റെതും ഉണ്ട് 145ക്ക്. ഞാൻ ഒരു നല്ലൊരു ടോപ്പ് നോക്കിയിട്ടാ എനിക്ക് ഇഷ്ടമായി എൻ്റെ അനിയത്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഒരു യെല്ലോ കളർ, ലെമൺ യെല്ലോ കളർ ടോപ്പ്. ഓള് പിന്നെ ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് എപ്പോഴും ഇടാനുള്ള നല്ലതാണ്. പക്ഷേ നിയാസ്ക എടുക്കാൻ പറ്റില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലത് കൊടുക്കുക. അതിന് 149 ഉള്ളൂ. പക്ഷേ അവർ പ്രൈസ് അങ്ങനെ കുറച്ചിട്ടതാട്ടോ. അത് ക്വാളിറ്റി ഒന്നും ഇല്ലാത്തതൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റാത്തത് ഫീഡിങ് ആയതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാട്ടാ. പിന്നെ ഞാനത് അവിടെ ഇട്ടിട്ട് വന്ന് പുറത്തിറങ്ങുമ്പോൾ. പിന്നെ നിയാസ്ക പറഞ്ഞു വേണമെങ്കിൽ ഉള്ളിൽ പോയിട്ട് ഒന്ന് എടുത്തു വന്നു. പിന്നെ എനിക്ക് മൂഡ് ഓഫായി. ഞാൻ പിന്നെ അങ്ങനെ വന്ന് അങ്ങനെ പുറപ്പെട്ട് നമ്മൾ. പിന്നെ എന്താ ഇനിയിപ്പോൾ വൈകുന്നേരത്തിലുള്ള ഭക്ഷണത്തിന് ഇങ്ങനെ ഞാൻ ഡിസ്കസ് ആക്കിയിട്ട് വരിക, എന്താ ചെയ്യേണ്ടത് എന്നിട്ടാ. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഉമ്മ നമുക്ക് സലാത്തുണ്ട്, നമ്മൾ പള്ളിയിൽ സലാത്തിന് പോകുന്നു. പിന്നെ ഞാനും നിയാസ്ക എന്താക്കിന്നാ ബ്രെഡ് മേടിച്ചിട്ട് സാൻഡ്വിച്ച് ആക്കി രണ്ടാളും. പിന്നെ നമുക്ക് ഒരു കുഞ്ഞുവാവ ഡെലിവറി ആയ ആളൊന്ന് നോക്കാൻ പോകാനുണ്ടായി. അപ്പോൾ നൈറ്റ് ആട്ടാ പോയത്. കുറേ ദിവസമായി ആ കുഞ്ഞുവാവനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ആക്കുന്നിട്ടാ. എന്തെങ്കിലും ഒരു തിരക്കുകളെ കൊണ്ട് ഒന്നും നിയാസ്ക വരാൻ ലേറ്റാവും, അല്ലെങ്കിൽ നിയാസ്ക വേഗം വന്നെന്ന് വെള്ളം വരലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ലേറ്റാവും. പകൽ പോകാനേ പറ്റൂല കേട്ടോ. പിന്നെ അന്നും നിയാസ്ക പറഞ്ഞു ഏതായാലും ഇന്ന് രാത്രി ആയല്ലേ പോകണ്ട. ഞാൻ പറഞ്ഞു ആവില്ല, നമ്മൾ പോകാൻ തീരുമാനിച്ചിട്ട് 1 മാസം കഴിഞ്ഞ് കുഞ്ഞുവാവക്ക്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പിന്നെ പെരക്കെത്തിയപാട് വേഗം ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കൈകാലെല്ലാം കഴുകി ആ കുഞ്ഞുവാവനെ നോക്കാൻ വന്ന്. മാഷാഅല്ലാഹ് നല്ല അടിപൊളി കുഞ്ഞുവാവ കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നുട്ടാ. നാളെ കാണാം. ബൈ, ടേക്ക് കെയർ.